ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പോയി ദുർഗയെ വിളിച്ചിട്ട് വാ. ആദ്യം ദിനേശന് കൊടുക്കും മോളെ. ദിനേശനാ മോളെ കല്യാണം കഴിക്കാൻ പോണേ. ദുർഗ, അത് ഈ കാര്യത്തില് എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഇതെന്റെ തീരുമാനം. ഇപ്പോ എന്റെ വിഷമം കിരണിന്റെ കാര്യം ഓർത്തിട്ട് മാത്ര. എന്നെ കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കണ്ട. ദുർഗ ഹാപ്പി ആയിട്ടിരിക്കണം, അതാ എന്റെ ആഗ്രഹം. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ കിരണും ഹാപ്പി ആവണം. സംഭവിച്ചതൊക്കെ ഓർത്ത് ഇനി വിഷമിക്കരുത്. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ശരി ദുർഗ, ചെല്ല്. എന്തൊരു വിധിയാ എനിക്ക്. ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് നഷ്ടമായി പോവാണല്ലോ. ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങൾക്കും പകരമായി ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയതാണ് ദുർഗയെ. ഇപ്പോ അത് എനിക്ക് എന്നേക്കുമായി നഷ്ടമാവുകയാണല്ലോ. വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അമ്മ. അതൊന്നും അല്ല എനിക്ക് പ്രധാനം. എന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കളങ്കം മാറ്റണമെന്ന ഒരു ലക്ഷ്യമേ എന്റെ മുന്നിലുള്ളൂ. പക്ഷെ ഇപ്പോ അഷിതയുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുക. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ലമ്മേ. മുത്തശ്ശി തിരക്കിട്ട ജോലിയിലാണോ? ഞാൻ സഹായിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മുത്തശ്ശി. എന്തു പറ്റി? എന്നോട് എന്തോ പറയാൻ വന്ന പോലെ ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ല മുത്തശ്ശി, ദുർഗയുടെ മുഖത്തും പെരുമാറ്റത്തിലും എന്തോ വിഷമുള്ളതുപോലെ എനിക്ക് തോന്നി. ദുർഗ ശരിക്കും പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ മോ സത്യം പറയോ? കിരണിനെ ദുർഗ ഇഷ്ടാണോ? അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പറ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് നല്ല സുഹൃത്തുക്കളാ, അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഇത്ര പെട്ടെന്ന് ദുർഗ വിവാഹം കഴിച്ചു പോയാ സ്കൂളിലേക്ക് മറ്റൊരു ടീച്ചറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. ഓ, അപ്പോ അതുകൊണ്ട് മാത്രാണ് കിരൺ ഈ ടെൻഷൻ അല്ലേ? അത് മാത്രമല്ല മുത്തശ്ശി, ദുർഗ ആഗ്രഹിക്കാത്ത വിവാഹമാണ് ഇതെങ്കിൽ അത് അവളോട് ചെയ്യുന്ന തെറ്റല്ലേ? അതുകൊണ്ട് കൂടിയാ ഞാൻ. ഓ, എന്നാ ഞാനും കൂടി ചെല്ലട്ടെ. ഓ, ചെല്ല് ചെല്ല്. അല്ല, അതിങ്ങ് തന്നിട്ട് പോ. മോനെ, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അതെന്നോട് തുറന്നു പറ. ആ പൂർണിമ നിർബന്ധിച്ചത് കൊണ്ടാണോ നീ അഷിതയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? അവള് പറയുന്നത് ഈ വീട്ടിൽ അവസാനമാക്കൊന്നല്ല. നിന്റെ ജീവിതം കയ്യിലിട്ട് പന്താടാൻ ഞാൻ അവളെ സമ്മതിക്കുകയില്ല. നിനക്ക് അഷിതയെ കല്യാണം കഴിക്കാൻ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ ഇത് നടക്കൂ. ഇതെന്റെ വാക്കാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് കല്യാണം ഓക്കെയാ. നീ എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെണ്ണിനെ കണ്ട ഉടനെ അവളുടെ സ്വഭാവം എന്താ, വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ, ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. നാളെ
അവള് നിന്റെ തലേ കയറില്ലെന്ന് എന്താ ഉറപ്പ്? എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണിനെ എന്റെ തലയിൽ കയറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ശ്രമിച്ച അവരെന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. എനിക്കത് കേട്ടാ മതി. ഒരിക്കൽ കോളേജിൽ വെച്ച് എനിക്കെതിരെ ഒരുത്തി നിന്നിട്ടുണ്ട്. ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണു പോരുത്. നീ ജയിച്ചു എന്ന് കരുതണ്ട, ഞാൻ അതിന് പകരം ചോദിച്ചിരിക്കും. അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അവൾക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും. വാ, വരൂ വരൂ. ഞങ്ങള് കുറച്ച് വൈകിയല്ലേ? ഇല്ല, നിങ്ങൾക്ക് വഴിതെറ്റിയൊന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ, അതുകൊണ്ട് വരുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ ഒന്ന് കയറാമെന്ന് വെച്ചു. അത് നന്നായി. നല്ല പയ്യനല്ലേ മുത്തശ്ശി? ദുർഗേച്ചിക്ക് നല്ല മാച്ച്. സൂപ്പർ ജോഡിയാ. അകത്തേക്ക് വാ. വാ. വരൂ. വന്ന് എല്ലാരും ഇരിക്കേ. ഇരിക്കേ. ദുർഗയ്ക്ക് കോളടിച്ചാലോ? പയ്യെ നമ്മൾ വിചാരിച്ചതിലും കൊള്ളാം. അതെ, ഞങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വസുമതിക്ക് എല്ലാവരെയും അറിയാം. അറിയാം. ഇതാണ് മൂത്താള് ദിനേശൻ. ഓ, ഇത് പ്രകാശൻ. ഓ അബി, പോയി ദുർഗയെ വിളിച്ചിട്ട് വാ. ആദ്യം ദിനേശന് കൊടുക്കും മോളെ. ദിനേശനാ മോളെ കല്യാണം കഴിക്കാൻ പോണേ.